ഒരു 10-100 ആൾക്കാർ നമ്മൾ പറഞ്ഞ കേൾക്കണം തന്നെ പണ്ട് എന്താ വഴി നല്ല സദസ്സിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതല്ലെങ്കിൽ ന്യൂസിലും പേജസിലും പത്രത്തിലേക്ക് വരാൻ നമ്മളെ പറ്റും. പണ്ട് 1000 ആൾക്കാരെ കാണാൻ എന്തൊരു പാടാ, ഇപ്പൊ എന്തൊരു സുഖ. ഒരു റീലിന് ഇനിയിപ്പോൾ 1000 കിട്ടിയില്ല, 300 ആൾക്കാർ കാണൂലേ. ഈ 1000, 500, 1,00,000 ആൾക്കാരെ നമ്മളെ കാണിക്കണം. എന്തൊക്കെ കാണിക്കണം? ബ്രാൻഡ് ആവണ്ടേ? കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയവർക്ക് കറക്റ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് പേഴ്സണൽ ബ്രാൻഡിങ് അത്രയും വാല്യൂ ഉണ്ട്. ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് ഇവിടെ നിന്നാണ് ആക്ച്വലി കിട്ടിയത്. കാണിച്ച് നമ്മളെ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവൂ എന്നുള്ളൊരു കാര്യം മനസ്സിലായി. സെക്ഷനിലാണേലും ഇപ്പോഴത്തെ സെക്ഷനിലാണേലും എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായി. അപ്പം ഇന്നിപ്പോൾ ഒരു ഫയറുണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക്. ബോച്ച ഇങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുമ്പോൾ ഒരുത്തൻ കയറി ബോച്ചനെ കുറിച്ച് പറയും. കേൾക്കണം, എന്താ എൻ്റെ അഭിപ്രായം എന്നുള്ളത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുത്താൽ എന്താണ് ആൾക്കാർ, അതാണ് ഈ ഹുക്ക് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഹുക്ക് കാണുമ്പോൾ നമ്മളെ അവിടെ പിടിച്ചിരുത്തും. Yeah.